നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴയെ വിറപ്പിച്ച കുറുവ മോഷണ സംഘത്തിലെ അവസാന പ്രതിയും പിടിയിലായി. തമിഴ്നാട് രാമനാഥപുരം പരമക്കുടി സ്വദേശിയായ കാട്ടുപൂച്ചനാണ് പോലീസിന്റെ പിടിയിലായത്. മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മധുരയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയാണ് കാട്ടുപൂച്ചൻ. സംസ്ഥാന പോലീസിന് അഭിമാനമാവുകയാണ് വീണ്ടും മണ്ണഞ്ചേരി പോലീസ്. കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തുടർച്ചയായി മോഷണം നടത്തി നാട്ടുകാരുടെ ഉറക്കം കൊടുത്തിയ കുറുവാ സംഘത്തിൽ അവസാന കണ്ണി കാട്ടുപൂച്ചനെ പിടികൂടിയതോടെയാണ് മണ്ണഞ്ചേരി പോലീസ് അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത്. തമിഴ്നാട് മധുരയിൽ നിന്നാണ് മണ്ണഞ്ചേരി SHO ടോൾസൺ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാട്ടുപൂച്ചനെ പിടികൂടിയത്. മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും അടുക്കളവാതിൽ പൊളിച്ച് വീടിനുള്ളിൽ കയറി സ്വർണം അപഹരിച്ച കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. കളരി അഭ്യാസിയായ യുവാവിനെ രാത്രി ആക്രമിച്ചതും ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള കാട്ടുപൂച്ചൻ തന്നെ. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ മോഷണം നടത്തുകയാണ് കാട്ടുപൂച്ചന്റെ രീതി. കുറുവാ സംഘത്തിലെ ഏറ്റവും അപകടകാരിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. 2012 മാരാരിക്കുളം സ്റ്റേഷൻ പരിധിയിൽ അമ്മയും മകളും തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഇയാളെ 18 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നെങ്കിലും കോവിഡ് കാലത്ത് ജയിലൊഴിപ്പിക്കലിന്റെ ഭാഗമായി ശിക്ഷയിൽ ഇളവ് നൽകി ഇയാളെ വിട്ടയച്ചിരുന്നു. പിന്നാലെ വീണ്ടും മോഷണത്തിൽ സജീവമാകുകയാണുണ്ടായത്. കേരളത്തിലും തമിഴ്നാട്ടിലുമടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് കാട്ടുപൂച്ചൻ. റിപ്പോർട്ടർ, ആലപ്പുഴ.